Dear friends, all of you, welcome to Historia. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ പാർട്ട് 11 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും അതിൻ്റെ വ്യക്തമായിട്ടുള്ള അനലൈസേഷനും കൂടി നമ്മൾ പോവുകയാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് എന്തുകൊണ്ട്? ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്തുകൊണ്ട്? നമുക്കറിയാലോ, ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയെ നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത്? ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ് ഉള്ളതുകൊണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ് ഉള്ളതുകൊണ്ട്. 2, രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്നു. 3, ഔദ്യോഗികമായി മതമില്ല. 4, പാർലമെൻ്ററി സംവിധാനമുള്ളതുകൊണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് എന്തുകൊണ്ട്? ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ് ഉള്ളതുകൊണ്ടാണ്. നോക്കാം, ശരിയാണോ തെറ്റാണോ? ഓർത്തിക്ക്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ് ഉള്ളതുകൊണ്ട് ഒരു രാഷ്ട്രവും റിപ്പബ്ലിക് ആകുന്നില്ല. ഓർത്തിക്ക്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ് ഉള്ളതുകൊണ്ട് അതൊരു ജനാധിപത്യ ഗവൺമെൻറ് ആകാം എന്ന് പറയാം, അല്ലെങ്കിൽ ജനാധിപത്യ ഗവൺമെൻറ്റാണ്, ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് അല്ല ശരി. നോക്കാം. രണ്ടാമത്തെ, രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്നു. രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്നു. ഇതാണ് ശരി. ഓർത്തുവയ്ക്കുക, ഒരു രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെ തിരഞ്ഞെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു എഴുതപ്പെട്ട ഭരണഘടന കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള രാഷ്ട്രങ്ങളെ നമുക്ക് എന്ത് പറയാം? റിപ്പബ്ലിക് എന്ന് പറയും. ഔദ്യോഗികമായി മതമില്ല, അതുകൊണ്ട് എന്താ പറയാം? ഒരു മതേതര രാഷ്ട്രം എന്ന് പറയാം. ഇന്ത്യ ഈസ് എ സോവറിൻ സ്റ്റേറ്റ്. ഇന്ത്യ ഒരു സോവറിൻ സ്റ്റേറ്റ് ആണ്. ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ് ആണ്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇന്ത്യക്ക് ഔദ്യോഗികമായി ഒരു മതമില്ല. അപ്പോൾ ഔദ്യോഗികമായി മതമില്ല എന്നതുകൊണ്ട് ഇന്ത്യ റിപ്പബ്ലിക് അല്ല. ഔദ്യോഗികമായി മതമില്ലാത്തതുകൊണ്ട് ഇന്ത്യ ഒരു സെക്കുലർ മതേതര രാഷ്ട്രമാണ്. പാർലമെൻ്ററി സംവിധാനം ഉള്ളതുകൊണ്ട് അല്ല. പാർലമെൻ്ററി സംവിധാനം എന്ന് പറഞ്ഞാൽ രാജ്യസഭയും ലോകസഭയും 2 ദ്വിമണ്ഡല സഭയുണ്ട്. അതോടൊപ്പം തന്നെ പാർലമെൻ്ററി സംവിധാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിയൽ എക്സിക്യൂട്ടീവ് പവർ വെസ്റ്റഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ മിനിസ്ട്രി ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ എന്ന് പറയും. പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭ, മിനിസ്ട്രി അല്ലെങ്കിൽ ക്യാബിനറ്റ്, പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയ്ക്ക് യഥാർത്ഥ അധികാരവും രാഷ്ട്രപതിക്ക് നോമിനൽ നാമമാത്രമായിട്ടുള്ള അധികാരം, അതിനാണ് നമ്മൾ പാർലമെൻ്ററി സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെൻ്ററി സംവിധാനം ഓർത്ത് വയ്ക്കുക. എന്താണ്? യഥാർത്ഥ അധികാരം പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയിൽ നിക്ഷിപ്തമോ, അതേസമയം രാഷ്ട്രപതിക്ക് നാമമാത്രമായിട്ടുള്ള അധികാരം. അതാണ് പാർലമെൻ്ററി സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔദ്യോഗികമായി മതമില്ലെങ്കിൽ ആ രാഷ്ട്രങ്ങളെ നമുക്ക് സെക്കുലർ സ്റ്റേറ്റ് എന്ന് പറയും. ജനങ്ങൾ തിരഞ്ഞെടുപ്പെടുത്ത ഗവൺമെൻറ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ജനാധിപത്യ ഗവൺമെൻറ് പറയും. അപ്പോൾ ഒരു റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കണം. അതോടൊപ്പം തന്നെ ഹാവ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു എഴുതപ്പെട്ട ഭരണഘടന കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരി. ഇന്ത്യ റിപ്പബ്ലിക്കാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ട് അല്ലാതെ തിരഞ്ഞെടുക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കൊരു എഴുതപ്പെട്ട ഭരണഘടന കൂടി ഉണ്ട്. ക്ലിയർ ആയിരിക്കുമല്ലോ? ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് 93 പ്രതിനിധികൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് 93 പ്രതിനിധികൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 വനിതകൾ ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ ഉണ്ടായിരുന്നു. ശരിയാണോ തെറ്റാണോ? നമുക്ക് നോക്കാം. 1, 2 ശരിയാണ്, എല്ലാം ശരിയാണ്. നമുക്ക് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് 93 പ്രതിനിധികൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 ആളുകളാണ് സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നത്. ആ 389 ആളുകളിൽ 93 പ്രതിനിധികൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നായിരുന്നു. 292 ആളുകൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും 93 പ്രതിനിധികൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നും 4 ചീഫ് പ്രസിഡൻസിയിൽ നിന്നുള്ള കമ്മീഷണർമാരുൾപ്പെടുന്ന 4 പ്രതിനിധികളും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 93 പ്രതിനിധികൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 വനിതകൾ ഉണ്ടായിരുന്നു. ശരിയാണോ തെറ്റാണോ? ഓർത്തുവയ്ക്കുക, ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 വനിതകൾ ഉണ്ടായിരുന്നു. 17 വനിതകൾ ഉണ്ടായിരുന്നു. 17 മലയാളികളും ഉണ്ടായിരുന്നു. 16 മലയാളികൾ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരു മലയാളി ഡോക്ടർ ജോൺ മത്തായി യുണൈറ്റഡ് പ്രോവിൻസസ് അല്ലെങ്കിൽ ഉത്തർപ്രദേശിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന മലയാളികളുടെ എണ്ണവും 17ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണവും 17 തന്നെയാണ്. പിന്നീട് പാകിസ്ഥാൻ പിന്മാറിയതിന് ശേഷം 15 വനിതകളായി മാറി എന്ന് മാത്രം. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 വനിതകൾ ഉണ്ടായിരുന്നു എന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ ഉണ്ടായിരുന്നു. ശരിയാണോ തെറ്റാണോ?
ഫ്രാങ്ക് ആൻ്റണി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ആംഗ്ലോ ഇന്ത്യനാണ് ഫ്രാങ്ക് ആൻ്റണി. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. ഫ്രാങ്ക് ആൻ്റണി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. സോ ഇതിൽ ആൻസർ ഏതാണ്? എല്ലാം ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഓർത്ത് വയ്ക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 93 പ്രതിനിധികൾ നാട്ടുരാജ്യങ്ങളായിരുന്നു. 17 വനിതകളുണ്ടായിരുന്നു, 17 മലയാളികളുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ ഉണ്ടായിരുന്നു, ഫ്രാങ്ക് ആൻ്റണി. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? ഇന്ത്യയിൽ പ്രിവി പെൻഷൻ നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. പ്രിവി പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രിവി പെൻഷൻ അല്ല, പ്രിവി പേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണ്. 25ാം ഭേദഗതിയിലൂടെയാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. 1971 പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. 1ഉം 3ഉം ശരിയാണ്, 1ഉം 2ഉം ശരിയാണ്. നോക്കാം. ഇന്ത്യയിൽ പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. പ്രിവി പേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഹ്റു ഗവൺമെൻറ് മുതൽ നാട്ടുരാജാക്കന്മാർക്ക് കൊടുത്തിരുന്ന നഷ്ടപരിഹാര തുകയാണ് പ്രിവി പേഴ്സ്. കാരണം ഇന്ത്യയിൽ 640ഓളം നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് ഇന്ത്യ എന്ന രാഷ്ട്രം നമ്മൾ രൂപീകരിക്കുന്നത്. സോ നാട്ടുരാജാക്കന്മാർക്കെല്ലാം പിന്നീട് അധികാരം നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിന് കോമ്പൻസേഷനായി, നഷ്ടപരിഹാരമായി നെഹ്റു ഗവൺമെൻറ് മുതൽ ഇവർക്ക് വലിയൊരു എമൗണ്ട് നഷ്ടപരിഹാര തുകയെ നൽകിയിരുന്നു. ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഈ പെൻഷൻ നിർത്തലാക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സ് നിർത്തലാക്കിയതാണ് പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയതെന്ന് ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത് 25ാമത് ഭേദഗതിയിലൂടെയാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 25ാം ഭേദഗതിയല്ല, 26ാമത് ഭേദഗതിയിലൂടെയാണ് പ്രിവി പേഴ്സ് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് നിർത്തലാക്കിയത്. 26ാമത് ഭേദഗതിയിലൂടെയാണ് പ്രിവി പേഴ്സ് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് നിർത്തലാക്കിയത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 25ാമത് ഭേദഗതിയല്ല, 26ാമത് ഭേദഗതിയിലൂടെയാണ് നിർത്തലാക്കിയത്. 1971 പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. 1971 പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. അപ്പോൾ ഇതിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിക്കുക. ഇന്ത്യയിൽ പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണ്. ശരിയാണ്. 1971 പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണ്. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. 25ാമത് ഭേദഗതിയല്ല, 26ാമത് ഭേദഗതിയിലാണ് നടപ്പിലാക്കിയത് എന്നും ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ 3 ചോദ്യങ്ങൾ. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും വളരെ വിശദമായി പഠിക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം.